തൃശൂരെടുത്ത് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ ചരിത്ര വിജയം 74,686 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. മാനിഫെസ്റ്റോയിൽ ഒതുങ്ങുന്നില്ലെന്നും കേരളത്തിന്റെ MP-ആയി ഇരിക്കാനാണ് തൃശൂരിലെ പ്രജാദൈവങ്ങൾ തന്നെ അവരോധിച്ചതെന്നും സുരേഷ് ഗോപി. ജനവിധിയിൽ വ്യത്യസ്തവും കൌതുകവും നിറഞ്ഞ തൃശൂർ ജില്ല. ചരിത്രത്തിലെ അട്ടിമറി വിജയമടക്കം 3 മണ്ഡലങ്ങളിലും 3 മുന്നണികൾ ജയിച്ച ജില്ലയായി മാറി തൃശൂർ. വാഴച്ചാലിന് പുറമെ അതിരപ്പള്ളിയിലും കടുവയിറങ്ങി. വെള്ളച്ചാട്ടത്തിന് മുകളിലാണ് കടുവയെ കണ്ടത്. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. പാലക്കൽ മാർക്കറ്റ് മുതൽ വെങ്ങിനിശ്ശേരി റോഡ് വരെയാണ് അതിവേഗ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ചരിത്ര വിജയം നേടി NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. LDFന്റെ VS സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയത് 74,686 വോട്ടുകൾക്ക്. സിറ്റിംഗ് സീറ്റ് നിലനിർത്താനെത്തിയ UDFന്റെ K മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വോട്ടുകൾ എണ്ണിത്തുടങ്ങിയ ശേഷം വന്ന ആദ്യ ഫലസൂചനകളിൽ മുൻ മന്ത്രി കൂടിയായ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറായിരുന്നു മുന്നിൽ. എന്നാൽ പിന്നീട് കഥ മാറി. ലീഡ് നില മാറി മറിഞ്ഞു. സുരേഷ് ഗോപിയിലൂടെ താരപ്പകിട്ട് ചാർത്തി തന്നെ NDAയുടെ താമര തൃശൂരിൽ മുട്ടിട്ട് തുടങ്ങി. ലീഡിൽ എത്തിയ നിമിഷം മുതൽ പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. SGയുടെ കുതിപ്പിൽ കിതച്ച എതിരാളികൾക്ക് പിടിച്ചു നിൽക്കാനാകാതെ കാലിടറി. ലീഡിലേക്ക് എത്തി നോക്കാൻ പോലുമുള്ള അവസരം പിന്നീട് ആർക്കുമുണ്ടായില്ല. ഇഞ്ചോടിഞ്ച് മത്സരം പ്രതീക്ഷിച്ച മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ സർവാധിപത്യമാണ് കണ്ടത്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമടക്കം ലക്ഷ്യം വെച്ച് പ്രചരണം നടത്തിയ ഇടത് വലത് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുള്ള അട്ടിമറി വിജയമാണ് NDA നേടിയത്. നിലവിൽ LDF ഭരിക്കുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴികെ തൃശൂർ, ഒല്ലൂർ, മണലൂർ, നാട്ടിക, പുതുക്കാട്, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലെല്ലാം സുരേഷ് ഗോപിക്ക് ലീഡ് നേടാനായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2,93,822 വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയതെങ്കിൽ ഇക്കുറിയത് 4,12,338 ഉയർത്തി. 1,18,516 വോട്ടുകളുടെ വർധനവാണ് ഉണ്ടായത്. ഇതുവഴി രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന മിന്നും ജയവും സ്വന്തമായി. 2-ാം സ്ഥാനത്തുള്ള LDFന്റെ സുനിൽകുമാറിന് 3,37,652 വോട്ടുകളാണ് ലഭിച്ചത്. 2019 നേടിയ 3,21,456 വോട്ടിനേക്കാൾ 16,196 വോട്ടുകളുടെ വർധനവ് ഇക്കുറി ഇടതുമുന്നണിക്കുണ്ടായി. ഇതിലൂടെ ഇടത് കേഡർ വോട്ടുകളിലെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന വിലയിരുത്തലിലാണ് LDF. അതേസമയം സംസ്ഥാനത്ത് UDF സിറ്റിംഗ് MP-ആയ TN പ്രതാപനെ മാറ്റി പരീക്ഷിച്ച UDFന്റെ സംസ്ഥാനത്തെ ഏക മണ്ഡലമായ തൃശൂരിൽ സീറ്റ് നിലനിർത്താനെത്തിയ വടകര MP-ആയിരുന്ന K മുരളീധരനും UDFനും ഫലം കനത്ത പ്രഹരമായി. 2019 4,15,089 ഉണ്ടായിരുന്ന UDFന്റെ വോട്ട് 3,28,124 കുറഞ്ഞു. 86,965 വോട്ടുകളുടെ കുറവാണ് ഉണ്ടായത്. 9 പേർ മത്സര രംഗത്തുണ്ടായിരുന്ന മണ്ഡലത്തിൽ പ്രധാന മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ ഒഴികെയുള്ളവർക്ക് കെട്ടിവച്ച കാശ് പോലും നഷ്ടപ്പെട്ടപ്പോൾ 6,072 വോട്ടുകൾ നേടിയ നോട്ട 4-ാം സ്ഥാനത്തെത്തിയെന്നതും ഏറെ ശ്രദ്ധേയമായി. TCV തൃശൂർ. മാനിഫെസ്റ്റോയിൽ ഒതുങ്ങുന്നില്ലെന്നും കേരളത്തിന്റെ MP-ആയി ഇരിക്കാനാണ് തൃശൂരിലെ പ്രജാദൈവങ്ങൾ തന്നെ അവരോധിച്ചതെന്നും സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. വിജയം അനുഗ്രഹമായി സമ്മാനിച്ച തന്റെ ലൂർദ് മാതാവിനും എല്ലാ ഈശ്വരന്മാർക്കും നന്ദിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വലിയ പ്രതിസന്ധിയുടെ കൂലിയാണ് തനിക്ക് ലഭിച്ചത്. ഒഴുക്കിനെതിരെ നീന്തി കയറുകയായിരുന്നു. പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ 5 വർഷമായി താൻ ആവശ്യപ്പെട്ടതിന്റെ 100 ഇരട്ടിയായി തന്നു. ജനങ്ങളിലേക്ക് അടുക്കാനുള്ള മിഷനറിയായി അവർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അവരാരാണെന്ന് തെര്യപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അതിന് വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു 100 ഇരട്ടിയായി തിരിച്ചെനിക്ക് ജനങ്ങളിലേക്ക് ഘടകത്തിനും ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് 2023 ലോഞ്ച് ചെയ്ത ശ്രീ അമിത് ഷാ, നരേന്ദ്രമോദി, എനിക്ക് എൻ്റെ രാഷ്ട്രീയ മൊറാർജി ദേശായി, ജയപ്രകാശ് നാരായൺ, LK അദ്വാനിജി, AB വാജ്പേയിജി തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട
സഖാവ് ഇ കെ നായനാർ, ശ്രീ കെ കരുണാകരൻ, അവിടെ ഒരു മിതവാദിയോ അല്ലെങ്കിൽ തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ മിന്നും വിജയത്തിൽ ആവേശാരവങ്ങൾ തീർത്ത് പ്രവർത്തകരും നേതാക്കളും. BJPയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. BJP തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഴയ നടക്കാവിലെ BJP മുൻ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനത്തിൽ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും BJP പ്രവർത്തകരും നേതാക്കളും അണിചേർന്നു. വാദ്യമേളങ്ങളുടെയും DJ അകമ്പടിയും കാവടിയാട്ടവും ആഹ്ലാദ പ്രകടനത്തിന് ആവേശം പകർന്നു. സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷന് മുൻപിൽ ആഹ്ലാദ പ്രകടനം സമാപിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ജില്ലാ സെക്രട്ടറി KR ഹരി, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബുധനാഴ്ച നിയുക്ത MP സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ വിപുലമായ ജില്ലാതല വിജയാഹ്ലാദ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് BJP ജില്ലാ നേതൃത്വം അറിയിച്ചു. പുതുക്കാട് BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ചരിത്ര വിജയം നേടിയതോടെയാണ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. പുതുക്കാട് സെന്ററിൽ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചത്. തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ വെള്ളറക്കാട് പ്രകടനം നടത്തി. മനപ്പടി സെന്ററിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം പന്നിത്തടം സെന്ററിൽ സമാപിച്ചു. BJP സംസ്ഥാന സമിതി അംഗം E ചന്ദ്രൻ, സുരേന്ദ്രൻ വെള്ളറക്കാട്, ഷാജി ആദൂർ, അഭിലാഷ് കടങ്ങോട്, സുഭാഷ് ആദൂർ, MV ധനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP പ്രവർത്തകർ എരുമപ്പെട്ടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നെല്ലുവായിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. രാജേഷ് കുമാർ കുട്ടഞ്ചേരി, മനീഷ് മങ്ങാട്, അഖിൽ കുട്ടഞ്ചേരി, ജോൺസൺ കുട്ടഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വെങ്കിടങ്ങിൽ ആഹ്ലാദ പ്രകടനം നടന്നു. വെങ്കിടങ്ങ് സെന്ററിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ആഹ്ലാദ പ്രകടനം കെട്ടുങ്ങൽ സെന്ററിൽ സമാപിച്ചു. സർജു തൊയ്ക്കാവ്, മനോജ് ചീരൂത്ത്, ശരവണൻ പാടൂർ, ഷൈജൻ നമ്പനത്ത്, പ്രേമൻ നമ്പിയത്ത് തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. BJP ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. BJP നേതാക്കളായ K സന്താന ഗോപാലൻ, P കാർത്തികേയൻ, V ഗിരീഷ് തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ BJP ചാവക്കാട് മണ്ഡലം നഗരമധ്യത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. മണ്ഡലം പ്രസിഡന്റ് KR ബൈജു, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബോഷി ചാനശ്ശേരി, പ്രതീഷ് ഐനാപ്പുള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ ഗുരുവായൂരപ്പന് കാഴ്ചക്കുല സമർപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, പ്രവർത്തകരായ മനീഷ് കുളങ്ങര, K സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പങ്കിട്ട് കൊടുങ്ങല്ലൂരിൽ UDF പ്രവർത്തകർ പ്രകടനം നടത്തി. ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി വടക്കേനടയിൽ സമാപിച്ചു. UDF നേതാക്കളായ TM നാസർ, അഡ്വക്കേറ്റ് VM മൊഹീദ്ദീൻ, ES സാബു, KP സുനിൽകുമാർ, KS കമറുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുടയിൽ BJP പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനമെടുക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ ഓട്ടോ ഡ്രൈവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ബസ് സ്റ്റാൻഡിൽ BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയതിന്റെ ദൃശ്യങ്ങളെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് കയ്യേറ്റ ശ്രമം നടന്നത്. വണ്ടി കയറ്റിയുള്ള അവരോട് പറഞ്ഞു, ഞങ്ങളോട് ഇവനോടല്ല പറഞ്ഞേ, ഞങ്ങൾ മീഡിയക്കാരാ, ഞങ്ങളോടല്ല പറഞ്ഞേ, ഇവനോടല്ല പറഞ്ഞേ, ഞങ്ങൾ ഒരുമിച്ചുള്ളതാ, ഞങ്ങൾ ചാനലിൽ വന്നല്ലേ. പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയിൽ വ്യത്യസ്തവും കൌതുകവും നിറഞ്ഞ തൃശൂർ ജില്ല. ചരിത്രത്തിലെ അട്ടിമറി വിജയമടക്കം 3 മണ്ഡലങ്ങളിലും 3 മുന്നണികൾ ജയിച്ച ജില്ലയായും മാറി തൃശൂർ. തൃശൂർ, ചാലക്കുടി, ആലത്തൂർ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളാണ് ജില്ലയെ പ്രതിനിധീകരിക്കുന്നത്. ഈ 3 മണ്ഡലങ്ങളിലും ഇക്കുറി ജയിച്ചത് NDA, LDF, UDF എന്നീ 3 പ്രധാന മുന്നണികളാണ് എന്നത് ശ്രദ്ധേയമായി. ചരിത്ര വിജയത്തിലൂടെ സംസ്ഥാനത്ത് താമര വിരിയിച്ച BJP ലോക്സഭയിലേക്കുള്ള അക്കൗണ്ട് എടുത്തത് തൃശൂരിലാണ്. ഇതിലൂടെ കേരളത്തിലെ NDAയുടെ ഏക സീറ്റും തൃശൂരിലേതായി. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം പരാജയത്തിന്റെ കയ്പുനീരറിഞ്ഞ സുരേഷ് ഗോപി ഒടുവിൽ 3ാം അംഗത്തിലാണ് വിജയമധുരം നുണഞ്ഞത്. അതും നേരിട്ട 3 തെരഞ്ഞെടുപ്പുകളിലും തോൽവിയറിയാതെ മുന്നേറിയ സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ UDFന്റെ സിറ്റിംഗ് MP രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തി CPMന്റെ K രാധാകൃഷ്ണനിലൂടെ കഴിഞ്ഞ തവണ കൈവിട്ട ആലത്തൂർ LDFലേക്ക് തിരികെ എത്തിച്ചു. നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ K രാധാകൃഷ്ണനെ രംഗത്തിറക്കിയ LDF 20,111 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം തിരിച്ചുപിടിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് LDF വിജയിച്ച ഏക മണ്ഡലവും തൃശൂർ ജില്ലയിലെ കുന്നംകുളം, വടക്കാഞ്ചേരി, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളടങ്ങിയ ആലത്തൂരായി എന്നതും യാദൃശ്ചികമായി. അതിലുപരി ആലത്തൂരിൽ 2ാം ഊഴത്തിന് കച്ചകെട്ടിയ രമ്യ സ്വന്തം സിറ്റിംഗ് സീറ്റിൽ തോൽവിയറിഞ്ഞ നിലവിലെ ഏക കോൺഗ്രസ് MPയായും മാറി. കോൺഗ്രസിന്റെ തന്നെ സിറ്റിംഗ് MPയായ K മുരളീധരൻ മണ്ഡലം മാറ്റത്തിലൂടെ വടകരയിൽ നിന്നും തൃശൂരിലെത്തിയാണ് പരാജയപ്പെട്ടത്. ജില്ലയിലെ ചാലക്കുടി, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയ ചാലക്കുടി ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് MPയായ ബെന്നി ബെഹനാനിലൂടെ UDF നിലനിർത്തിയതോടെ ജില്ലയിലെ മണ്ഡലങ്ങളിലെ മുന്നണി വൈവിധ്യവും വേറിട്ട് നിന്നു. ഇന്നസെന്റിലൂടെ 2014 നേടി കഴിഞ്ഞ തവണ കൈവിട്ട ചാലക്കുടി ഇക്കുറി തിരിച്ചുപിടിക്കാൻ CPM നിയോഗിച്ചത് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ പ്രൊഫസർ C രവീന്ദ്രനാഥിനെയായിരുന്നു. 63,754 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബെന്നി ബെഹനാൻ മണ്ഡലം കോൺഗ്രസിന്റെ കൈകളിൽ നിലനിർത്തുകയായിരുന്നു. TCV തൃശൂർ. ആലത്തൂർ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിജയത്തിൽ ജനതാദൾ S പ്രകടനം നടത്തി. ജനതാദൾ S വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിന് പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ UDF പിന്നിലായി. 366 വോട്ടിനാണ് UDFലെ ബെന്നി ബെഹനാൻ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിനേക്കാൾ പിന്നിലായത്. കൊടുങ്ങല്ലൂർ നഗരസഭ, വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ LDF ലീഡ് നേടിയപ്പോൾ മാള, അനമനട, കുഴൂർ, പുത്തഞ്ചിറ, പൊയ്യ പഞ്ചായത്തുകളിൽ UDFന് മുന്നിലെത്താൻ കഴിഞ്ഞു. 2020 സ്ഥാനാർത്ഥി നേടിയ വോട്ടുകൾ UDFന് തിരിച്ചടിയായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 11,730 വോട്ടിന്റെ ലീഡാണ് UDF നേടിയത്. വാഴച്ചാലിന് പുറമെ അതിരപ്പിള്ളിയിലും കടുവ ഇറങ്ങി. 2 ദിവസം മുൻപാണ് വെള്ളച്ചാട്ടത്തിന് മുകളിൽ കടുവ പ്രത്യക്ഷപ്പെട്ടത്. പുഴയുടെ അരികെ ഈറ്റക്കാട്ടിൽ നിന്ന കടുവ തൊട്ടരികിലൂടെ പോയിരുന്ന വാഹനം കണ്ടപ്പോൾ ഓടി മറയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വാഴച്ചാൽ പ്രദേശത്ത് പുഴയിൽ 2 കടുവകളെ കണ്ടത് വാർത്തയായിരുന്നു. ഇതിനിടെയാണ് തുടർച്ചയായി അതിരപ്പിള്ളിയിലും കടുവയുടെ സാന്നിധ്യം നേരിട്ട് കാണുന്നത്.
ജനവാസ മേഖലയിലേക്ക് കടുവകൾ എത്തുമെന്ന ഭീതിയിലാണ് കർഷകരും മലയോരവാസികളും. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി തകർന്നു കിടക്കുന്ന പാലക്കലിലെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. പാലക്കൽ മാർക്കറ്റ് സ്റ്റോപ്പ് മുതൽ പാലക്കൽ സെന്റർ വരെയാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. പാലക്കലിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡ് പൊളിച്ചു തുടങ്ങി. മഴ മാറി നിൽക്കുന്നതിനാൽ നിർമ്മാണ പ്രവർത്തികൾ ദിവസങ്ങൾക്കകം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ പാലക്കലിൽ വാഹന ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചാവക്കാട് ബീച്ചിൽ ശക്തമായ തിരയിൽ വഞ്ചി മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റു. ചാവക്കാട് ബീച്ച് സ്വദേശി കിഴക്കൂട്ട് സുധീരനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ സുധീരനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരുവന്നൂരിൽ ഇതര സംസ്ഥാനക്കാരായ മോഷ്ടാക്കളെ നാട്ടുകാർ പിടികൂടി. കരുവന്നൂർ ചെറിയപാലം എട്ടുമന പ്രദേശങ്ങളിൽ മോഷണം നടത്തിയ പ്രതികളായ അതിഥി തൊഴിലാളികളെയാണ് നാട്ടുകാർ പിടികൂടിയത്. നിർമ്മാണ മേഖലയിൽ ഉപയോഗിച്ചിരുന്ന കട്ടിംഗ് ഉപകരണങ്ങൾ, മോട്ടോറുകൾ, വയറുകൾ എന്നിവയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം പോയത്. എട്ടുമനയിൽ ചായക്കട കുത്തി തുറന്നും മോഷണ ശ്രമം നടന്നിരുന്നു. നാട്ടുകാർ ആക്രിക്കടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ എട്ടുമന ഇല്ലിക്കൽ ഡാം പരിസരത്തുനിന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തുനിന്നും മോഷണം പോയ വസ്തുക്കൾ കണ്ടെടുത്തു. കുന്നംകുളം ആർത്താറ്റ് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്കേറ്റു. ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശി പണ്ടാരത്തിൽ കറുത്തുവീട്ടിൽ ഫറൂഖിനാണ് പരിക്കേറ്റത്. ഗുരുവായൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറ് ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു ബൈക്കിനെ മറികടന്നു വരികയായിരുന്ന സ്കൂട്ടർ കാറിന്റെ മിററിൽ തട്ടി വീഴുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. ദേവമംഗലം ക്ഷേത്രം മേൽശാന്തി അഖിലേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാരദാചന്ദ്രൻ യജ്ഞശാലയിൽ ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് വി.കെ. ചന്ദ്രശേഖരൻ, സെക്രട്ടറി സി.കെ. രാമു, ക്യാപ്റ്റൻ ചന്ദ്രൻ, നൈന കൊച്ചുതാമി, മാതൃസമിതി പ്രസിഡന്റ് ലതാ പ്രദീപ്, സെക്രട്ടറി ഷീജ ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമർപ്പിക്കേണ്ടതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നമ്മളുടെ ഈ യജ്ഞശാലയില് അവിടെ നിന്ന് ഇഞ്ചക്കുണ്ട് കുടിയേറ്റ വജ്ര ജൂബിലി എംബ്ലം പ്രകാശനം വികാരി ഫാദർ സെബിൻ എടാട്ടുകാരൻ നിർവഹിച്ചു. ചെയർമാൻ ബേബി മാത്യു കാവുങ്ങൽ, ജനറൽ കൺവീനർ റോയ് കാരക്കാട്ട്, വരന്തരപ്പള്ളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസിലി തോമസ്, മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ഗീതാ ജയൻ തുടങ്ങിയവർ സന്നിഹിതരായി. കുന്നംകുളം പോർക്കുളം അഗതിയൂരിൽ കിണറ്റിൽ വീണ യുവതിയെ കുന്നംകുളം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. അഗതിയൂർ സ്വദേശി പറപ്പൂർ വീട്ടിൽ ശ്രീഹരിയുടെ ഭാര്യ മഞ്ജുവാണ് കിണറ്റിൽ വീണത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. കിണറിന് സമീപത്ത് നിൽക്കുകയായിരുന്ന യുവതി അബദ്ധത്തിൽ കിണറ്റിൽ വീഴുകയായിരുന്നു. കുന്നംകുളത്തു നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത്. ഗുരുവായൂരിലെ വ്യാപാരികളുടെ കൂട്ടായ്മയായ ട്രേഡേഴ്സ് കൾച്ചറൽ സെന്ററിന്റെ വാർഷികം തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭ ഫ്രീഡം ഹാളിൽ നടക്കുന്ന വാർഷികാഘോഷം മുൻ എംഎൽഎ കെ.വി. അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് കെ. ജോഫി കുര്യൻ, സെക്രട്ടറി സി.ഡി. ജോൺസൺ, വൈസ് പ്രസിഡന്റ് പി.എ. അരവിന്ദൻ, ജോയിന്റ് സെക്രട്ടറി എ.ബി. ഷാജി, ട്രഷറർ ലോറൻസ് നീലങ്കാവിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിപിഎം താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് സിപിഎം ജില്ലാ സെക്രട്ടറി എം.എം. വർഗീസ് തറക്കല്ലിട്ടു. പെരിങ്ങോട്ടുകര മൂന്നുംകൂടിയ സെന്ററിന് സമീപം സുഭാഷ് ചന്ദ്രബോസ് റോഡിനരികെ സ്വന്തമായി വാങ്ങിയ 4 സെന്റ് സ്ഥലത്താണ് ഓഫീസ് നിർമ്മിക്കുന്നത്. ഏരിയ സെക്രട്ടറി എ.എസ്. ദിനകരൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം പി.ആർ. വർഗീസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ.കെ. അനിൽ, കെ.എസ്. മോഹൻദാസ്, സിബിൻ സി. ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സഖാക്കൾ നമ്മുടെ കൂട്ടത്തിൽ ഈ സദസ്സിൽ തന്നെ ചടങ്ങിനെ കണ്ടുകൊണ്ട് അഭിപ്രായിച്ചു അവരാരാ ഇത് കുറെ കൂടി വസ്തുതയാണ് അങ്ങനെ ആകണം എന്നൊക്കെയുള്ള. പക്ഷെ അത് രാജ്യത്തിന്റെ തന്നെ അനുഭവമാണ്.
തൃശൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം PTA വൈസ് പ്രസിഡന്റ് NB ബിജു ഉദ്ഘാടനം ചെയ്തു. ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് സനോജ് ലാൽ അധ്യക്ഷനായി. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ റോബിൻ ലൂയിസ്, അക്കാദമി വിഭാഗം തലവൻ ജെ നെൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. ട്രേഡ് ഇൻസ്ട്രക്ടർ S ശ്രീകുമാർ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VK ജ്യോതി പ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ PK ശ്രീജീഷ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൾ VB സജിത്ത്, പ്രധാന അധ്യാപകൻ KS കിരൺ, PTA വൈസ് പ്രസിഡന്റ് പ്രദീപ് ലാൽ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KA അനിൽ, MPTA പ്രസിഡന്റ് പ്രീതി നിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സ്കൂളിന് മൈനാസുരേഷിനെ പോലെയുള്ള വിദ്യാർത്ഥികളെ സമ്മാനിച്ച അവരുടെ മാതാപിതാക്കളോട് നമ്മൾ 99.08 മാർക്ക് 9 ഒന്നാം അത് എടുത്തു പറയേണ്ട ഒരു അഭിമാനം. നമ്മുടെ കൊളത്തൂർ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്ക് നോട്ട് പുസ്തക വിതരണവും നടത്തി. അനുമോദന യോഗം ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സമിതി പ്രസിഡന്റ് NR ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, B സജീവ്, നന്ദിനി രമേശൻ, PV മോഹനൻ, സജീവ് ചെഞ്ചേരി, PV ഉണ്ണികൃഷ്ണൻ, രാമചന്ദ്രൻ പറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കൊളത്തൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. KS ജോൺസൺ അധ്യക്ഷനായി. PR പ്രശാന്ത്, S ഹരീഷ് കുമാർ, KK രാജൻ, നന്ദിനി രമേശൻ, P നന്ദകുമാർ, TM യോഹനാൻ തുടങ്ങിയവർ സംസാരിച്ചു. ബെന്നി ബെഹനാന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചാലക്കുടിയിൽ UDF പ്രവർത്തകർ പ്രകടനം നടത്തി. സൌത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പനമ്പിള്ളി സ്ക്വയറിൽ സമാപിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ വി ജോർജ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ വിജയിച്ചതിനെ തുടർന്ന് LDF പ്രവർത്തകർ ചേലക്കരയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. LDF ചേലക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. ആലത്തൂരിലെ പരിപാടി കഴിഞ്ഞ് അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDF പ്രവർത്തകർ കുന്നംകുളം നഗരത്തിൽ പ്രകടനം നടത്തി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗം PM സുരേഷ്, CK ലിജീഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിടത്ത് സുരേഷ് ഗോപിയുടെ ചരിത്ര വിജയം. 74,686 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. മാനിഫെസ്റ്റോയിൽ ഒതുങ്ങുന്നില്ലെന്നും കേരളത്തിന് MP ആയിരിക്കാനാണ് തൃശൂരിലെ പ്രജാദൈവങ്ങൾ തന്നെ അവരോധിച്ചതെന്നും സുരേഷ് ഗോപി.
ജനവിധിയിൽ വ്യത്യസ്തവും കൗതുകവും നിറഞ്ഞ തൃശൂർ ജില്ല. ചരിത്രത്തിലെ അട്ടിമറി വിജയമടക്കം 3 മണ്ഡലങ്ങളിലും 3 മുന്നണികൾ ജയിച്ച ജില്ലയായും മാറി തൃശൂർ. വാഴച്ചാലിന് പുറമെ അതിരപ്പള്ളിയിലും കടുവയിറങ്ങി. വെള്ളച്ചാട്ടത്തിന് മുകളിലാണ് കടുവയെ കണ്ടത്. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. പാലക്കൽ മാർക്കറ്റ് മുതൽ വെങ്ങിനിശ്ശേരി റോഡ് വരെയാണ് അതിവേഗ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.